ഇന്ന് പഴങ്കഞ്ഞി കടകളുടെ കാലമാണല്ലോ. അതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ചില ആളുകൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പഴങ്കഞ്ഞി കുടിച്ച ചരിത്രം ഉണ്ട് എന്ന്. അങ്ങനെയുണ്ടോ ഉസ്താദെ? ചരിത്രം അങ്ങനെ ഉണ്ടാവും, പക്ഷേ പഴങ്കഞ്ഞി കട പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചരിത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പഴങ്കഞ്ഞി അങ്ങനെ ഇപ്പോൾ കച്ചവടം നടന്നു, പല കച്ചവടങ്ങളുണ്ട്. ചമ്മന്തി, നാരങ്ങ വെള്ളം, ഓറഞ്ച് വെള്ളം, അങ്ങനെ പുതിയ പുതിയ പഴയ കാലത്തെ ഭക്ഷണങ്ങൾ പുതിയ സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. നമ്മുടെ നാട്ടിലെ ചക്ക വിദേശത്തേക്ക് പോയി പാക്കറ്റിൽ വറുത്ത് വരുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്തത് വാങ്ങി നമ്മൾ കഴിച്ച് നമ്മൾ അസുഖം ഉണ്ടാക്കി വെക്കുന്നു. പച്ചയ്ക്കും പഴുത്താലും നമ്മളത് കഴിക്കാത്ത രീതി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിനെ നമ്മൾ മുത്തുനബിയും സഹാബത്തും പിടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത് തലയിൽ വെക്കരുത്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഫക്കീർമാർക്ക് വീടുകളിൽ നിങ്ങൾ സഹാബികൾ ഇവരെ വീടുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ 2 പാവങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാം നബി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിഥികൾ പറഞ്ഞു, വാപ്പ വന്നാലേ ഞങ്ങൾ കഴിക്കുള്ളൂ, അബൂബക്കറിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നതെന്ന് പറഞ്ഞു. മകൻ അകത്ത് പോയപ്പോൾ ഉമ്മ പറഞ്ഞു, കൂടെ ഇരുന്ന് കഴിക്കാനൊന്നും ഭക്ഷണമൊന്നുമില്ല, ആകെ 2-3 പത്തിരി ഭക്ഷണമേ ഉള്ളൂ, അത് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തൂടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരാതെ ഞങ്ങൾ കഴിക്കൂല എന്ന് അതിഥികൾക്ക് വാശിയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ നബി തങ്ങൾ ഇറങ്ങി വീട്ടിനകത്ത് കയറി, അള്ളാഹുവിൻ്റെ റസൂൽ അകത്ത് കയറി വാതിലടച്ച് ഉറപ്പ് വരുത്തി ഫുള്ള് വീട്ടിൻ്റെ ചുറ്റാകം ഒന്ന് കറങ്ങി വീടിൻ്റെ ചുവരിന് വരെ മുത്തം കൊടുത്തിട്ടേ വരുള്ളൂ. അത്ര സ്നേഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നപ്പോൾ അതിഥികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നാൽ അവരോടൊപ്പം ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്ത് വയ്ക്കുമ്പോൾ ഭക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഭക്ഷണം കഴിക്കും തോറും അടിയിൽ നിന്ന് കൂടി വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അതിഥികൾ വയറ് നിറച്ച് കഴിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കഴിച്ചു, മകൻ കഴിച്ചു, ഭാര്യ കഴിച്ചു, എന്നിട്ടും ഭക്ഷണം ബാക്കിയാണ്. അത്ഭുതമാണ്. സുബഹിൻ്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഓടി വന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിൽ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചു. ഇന്നലെ കൊണ്ടുപോയ അതിഥികൾക്ക് എന്താ സംഭവിച്ചത്? അത് ഭക്ഷണം എങ്ങനെ കൊടുത്തു? ഭക്ഷണം പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ കൂടി വരികയാണ് റസൂലെ. വല്ലാത്ത അത്ഭുതമായിപ്പോയി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ ഭക്ഷണം എനിക്കിപ്പോൾ കഴിക്കണം, കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പഴങ്കഞ്ഞിയല്ലേ റസൂലെ, അത് തലേ ദിവസത്തെ ആഹാരം വെച്ചിരിക്കുന്നതല്ലേ, അത് അങ്ങനെ കഴിക്കണോ, അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഴങ്കഞ്ഞി കുടിച്ചത്, അല്ലാതെ കിഴങ്ങും മീനും തൈരും ഒക്കെ ഇട്ട് കലക്കി അടിച്ചതല്ല. അപ്പോൾ ഏതായാലും അത് ഹറാമെന്നല്ല, അത് കഴിക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ്.